ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ടെസ്റ്റിൽ 5 വിക്കറ്റുകൾക്കാണ് ഇന്ത്യൻ ടീം പരാജയപ്പെട്ടത്. ലീഡ്സിൽ മികച്ച പ്രകടനം നടത്തിയ ഇംഗ്ലണ്ട് ആധികാരികമായി തന്നെ ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യം മറികടന്നു. ഇനി ബർമിംഗ്ഹാമിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുന്നത്. രണ്ടാമത്തെ ടെസ്റ്റും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പരീക്ഷണം തന്നെയാണ്. ബർമിംഗ്ഹാമിൽ ഇന്ത്യൻ ടീമിന് ഇതുവരെ ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കാനായിട്ടില്ല. കളിച്ച 8 മത്സരങ്ങളിൽ 7ലും ഇന്ത്യൻ ടീം പരാജയപ്പെട്ടു. ഇന്ത്യയെ നേരിടാൻ ഇംഗ്ലണ്ട് ടീം സജ്ജമായി കഴിഞ്ഞു. രണ്ടാം ടെസ്റ്റിനുള്ള 11 അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യ ടെസ്റ്റ് മത്സരം കളിച്ച അതേ ടീം തന്നെയാണ് രണ്ടാം ടെസ്റ്റിലും ഇംഗ്ലണ്ടിനായി അണിനിരക്കുക. എന്നാൽ ഇംഗ്ലണ്ടിന്റെ പ്ലേയിങ് 11 പുറത്തു വന്നപ്പോൾ ഇന്ത്യൻ ടീമിന് ആശ്വാസമാകുന്ന കാര്യം സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ രണ്ടാമത്തെ ടെസ്റ്റിലും കളിക്കില്ല എന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർച്ചർ തിരിച്ചു വന്നാൽ ഇംഗ്ലീഷ് പേസ് ബൗളിങ്ങിന്റെ കരുത്ത് വർദ്ധിക്കും. 4 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് സ്ക്വാഡിലേക്ക് തിരിച്ചെത്തിയ ആർച്ചർ രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ 11 ഉണ്ടാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ആദ്യ ടെസ്റ്റിൽ കളിച്ച അതേ 11 തന്നെ ഈ കളിയിൽ നിലനിർത്താൻ ഇംഗ്ലണ്ട് തീരുമാനിക്കുകയായിരുന്നു. ആർച്ചർ ഇല്ലാത്തത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്ത തന്നെയാണ്. 2021 ആർച്ചർ അവസാനം ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തിയ ആർച്ചറെ രണ്ടാം ടെസ്റ്റിൽ പ്ലേയിങ് 11 നിന്ന് ഇംഗ്ലണ്ട് ഒഴിവാക്കിയതിന് കാരണം വ്യക്തമല്ല. രണ്ടാം ടെസ്റ്റിനുള്ള ഇംഗ്ലണ്ടിന്റെ പ്ലേയിങ് 11 എങ്ങനെയാണെന്ന് നോക്കാം. സാക് ക്രൗളിയും ബെൻ ഡക്കറ്റും തന്നെ ഓപ്പണർമാരായി കളിക്കും. ഒലി പോപ്പ്, ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ബെൻ സ്റ്റോക്സ്, ജാമി സ്മിത്ത്, ക്രിസ് വോക്സ്, ബ്രെയ്ഡൻ കാൾസ്, ജോഷ് ടോങ്, ഷോയിബ് ബഷീർ എന്നിവരാണ് 11 മറ്റ് താരങ്ങൾ. ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെട്ട ഇന്ത്യ ടീമിൽ ചില നിർണായക മാറ്റങ്ങൾ വരുത്തുമെന്നാണ് റിപ്പോർട്ട്. വലംകയ്യൻ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കും. ബുംറയ്ക്ക് പുറമെ ഷാർദുൽ താക്കൂർ, പ്രസീദ് കൃഷ്ണ എന്നിവരും രണ്ടാം ടെസ്റ്റിൽ പ്ലേയിങ് 11 നിന്ന് പുറത്തായേക്കും. ആദ്യ ടെസ്റ്റിൽ ബാറ്റർമാർ ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഇന്ത്യൻ ടീമിന്റെ പ്രകടനം അത്ര നന്നായില്ല. ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ വാലറ്റവും പരാജയപ്പെട്ടു. ബോളിംഗിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ ജസ്പ്രീത് ബുംറ രണ്ടാം ടെസ്റ്റിൽ കളിക്കാത്തത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. ബുംറയുടെ ഫിറ്റ്നസും വർക്ക് ലോഡും പരിഗണിക്കുമ്പോൾ ഇതല്ലാതെ ഇന്ത്യൻ ടീമിന് മറ്റൊരു വഴിയുമില്ല. ബുംറ കളിക്കാത്ത സാഹചര്യത്തിൽ അർഷ്ദീപ് ഇന്ത്യൻ പേസ് ബോളിംഗ് നിരയുടെ ഭാഗമായി രണ്ടാം ടെസ്റ്റിൽ കളിക്കും. ആദ്യ ടെസ്റ്റിലെ പ്രകടനത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഷാർദുൽ താക്കൂറിനെ ഇന്ത്യ പുറത്താക്കുകയാണെങ്കിൽ പകരക്കാരനായി നിതീഷ് കുമാർ റെഡ്ഡി കളിക്കാനെത്തും. പ്രസീദ് കൃഷ്ണയെ കൂടി മാറ്റുകയാണെങ്കിൽ ആകാശ് ദീപിനും അവസരം ലഭിച്ചേക്കും. ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ ഇന്ത്യ പയറ്റുമോ എന്ന കാര്യവും കണ്ടറിയേണ്ടതാണ്. ഇന്ത്യ 2 സ്പിന്നർമാരെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ച് ടെൻ ഡോഷറ്റ് ഇതുമായി ബന്ധപ്പെട്ട സൂചന നൽകി എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ ആര് ടീമിൽ നിന്ന് പുറത്താകുമെന്ന കാര്യം വ്യക്തമല്ല. 2 സ്പിന്നർമാരാണ് ടീമിലെങ്കിൽ രവീന്ദ്ര ജഡേജ ടീമിൽ സ്ഥാനം നിലനിർത്തുകയും രണ്ടാം സ്പിന്നറായി വാഷിംഗ്ടൺ സുന്ദറോ കുൽദീപ് യാദവോ എത്തിയേക്കും. അതല്ല, ഒരു സ്പിന്നറെ വെച്ച് തന്നെ ഇന്ത്യ കളിക്കുകയാണെങ്കിൽ രവീന്ദ്ര ജഡേജയെ മാറ്റി മറ്റൊരു താരത്തെ ഇറക്കുമോ എന്ന കാര്യവും കണ്ടറിയേണ്ടതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.